നമ്മളിൽ ഒരാൾക്ക് നെഞ്ചുവേദന വരാണ് രാത്രി 10 മണി സമയത്ത്. പക്ഷേ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടും 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മുടെ നെഞ്ചുവേദന എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകളിൽ പോലും തുടക്കത്തിലുള്ള ECGയും ബ്ലഡ് ടെസ്റ്റും നെഗറ്റീവ് കാണിക്കുന്നത് കാരണം ഡോക്ടർമാർക്ക് ഡയഗ്നോസിസ് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാലോ ഹാർട്ടിനുള്ള ഡാമേജ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ സീരിയൽ ECGs അല്ലെങ്കിൽ സീരിയൽ ബ്ലഡ് ടെസ്റ്റുകളാണ്. ചുരുങ്ങിയത് 3 ECG എങ്കിലും കൃത്യമായ ഇടവേളകളിൽ എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അറ്റാക്കിന്റെ മാറ്റങ്ങൾ 3ാമത്തെ ECGയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതുപോലെ തന്നെയാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും. തുടക്കത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് ആവും, പക്ഷേ 2ാമത്തെയോ 3ാമത്തെയോ സാമ്പിൾ മാത്രമായിരിക്കും പോസിറ്റീവായിട്ട് കാണാം. രണ്ടാമത്തെ പ്രശ്നം, മെഡിക്കൽ കോളേജ് പോലെ തിരക്കുള്ള ആശുപത്രിയിലുള്ള കാഷ്വാലിറ്റിയിൽ ചെന്നാൽ പലപ്പോഴും ചെറുപ്രായത്തിലുള്ളവർക്ക് നെഞ്ചുവേദന തുടക്കത്തിൽ അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു കാരണം ട്രയാജ് ആണ്. കാഷ്വാലിറ്റിയിൽ എത്തുന്ന രോഗികളെ അസുഖത്തിന്റെ തീവ്രതക്കനുസരിച്ച് മാറ്റി നിർത്തുന്നതാണ് ട്രയാജ്. 3ാമത്തെ പ്രശ്നവും പലപ്പോഴും ലക്ഷണങ്ങൾ ടെൻഷൻ്റെതായിരിക്കും, പാനിക്കിൻ്റെതായിരിക്കും. സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ ആദ്യത്തെ ഡയഗ്നോസിസ് ടെൻഷൻ എന്നായിരിക്കും. പക്ഷേ ചിലർക്കെങ്കിലും അറ്റാക്ക് നടക്കുന്ന സമയത്ത് അമിതമായ ടെൻഷൻ ഉണ്ടാവും. അത് കാരണം ഹാർട്ട് അറ്റാക്കിന്റെ തുടക്കഘട്ടങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. 4ാമത്തെ പ്രശ്നം അട്ടിപ്പിക്കൽ ഹാർട്ട് അറ്റാക്ക് ആണ്. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന നെഞ്ചുവേദന അല്ലാതെ വരുന്ന അറ്റാക്കുകൾ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് താടിയിൽ മാത്രമായിരിക്കും വേദന, ചില ആളുകൾക്ക് ശരീരത്തിന്റെ പുറം ഭാഗത്തായിരിക്കും വേദന, ചില ആളുകൾക്ക് വേദനയൊന്നും ഇല്ലാതെ വെറും ഛർദി മാത്രമായിരിക്കും, ചില ആളുകൾക്ക് വിയർക്കൽ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും ECG പോലും എടുക്കാതെ ഹാർട്ട് അറ്റാക്കിന്റെ ഡയഗ്നോസിസ് തെറ്റിപ്പോവാൻ ഒരു സാധ്യതയുണ്ട്. 5ാമത്തെ പ്രശ്നം നെഞ്ചുവേദന ഹാർട്ടിൻ്റെതല്ലാതെ തന്നെ പലപ്പോഴും സംഭവിക്കും എന്നുള്ളതാണ്. ചില ആളുകൾക്ക് മസിൽ പെയിൻ ആയിരിക്കും, ചില ആളുകൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിരിക്കും, ചില ആളുകൾക്ക് മാനസിക പ്രശ്നം കൊണ്ടായിരിക്കും, ചില ആളുകൾക്ക് ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും. ഇതെല്ലാം കൃത്യമായി കണ്ടെത്താനുള്ള സിംഗിൾ ടെസ്റ്റുകൾ കാഷ്വാലിറ്റിയിൽ സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഡയഗ്നോസിസ് ഉടനടി പറയാൻ ഡോക്ടർമാർക്ക് സാധിക്കണമെന്നില്ല. 6ാമത്തത്, നെഞ്ചുവേദനയായിട്ട് ചെല്ലുമ്പോൾ ഒരു ആശുപത്രിയിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ ആയിരിക്കണമെന്നില്ല മറ്റൊരു ആശുപത്രിയിൽ ചെയ്യാം. നെഞ്ചുവേദന എങ്ങനെ ചികിത്സിക്കണമെന്ന് പല ആശുപത്രികളിലും ഡിഫറൻ്റ് ആയിരിക്കും. ഏതൊരു ഡോക്ടറുടെയും മുഖ്യമായ ലക്ഷ്യം നെഞ്ചുവേദന അപകടമുള്ളതല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നെഞ്ചുവേദനയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്താൻ 2-3 ECG എടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ടത് ഇത് അറ്റിപ്പിക്കൽ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണോ എന്നുള്ളതാണ്. 3ാമത്തേത്, നമുക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോവാം. കാഷ്വാലിറ്റിയിൽ നിന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇറങ്ങി വരരുത്. എന്തായിരുന്നു എൻ്റെ പെയിൻ്റെ കാരണം? ഞാൻ എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഇനി എന്ത് ഫോളോ അപ്പ് ആണ് ചെയ്യേണ്ടത്?